വീണ്ടും കൊച്ചു കൊച്ചു അനുഭവങ്ങളുമായി പാദ്രീസ് യാത്രയിലേക്ക് അച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. മുട്ട് തുറന്നു തരാം, ചോദിക്ക് തരാം എന്ന് പറഞ്ഞ നസ്രായൻ്റെ കൂടെ കൂടി രൂപപ്പെട്ടതാണല്ലോ സ്നേഹാശ്രമം. ഇവിടേക്ക് കടന്നു വരുന്ന വൈവിധ്യമുള്ള ജീവിതങ്ങളാണ്. പല വെറൈറ്റി ദുഃഖങ്ങളുമായിട്ട് കടന്നു വരുന്നതാണ്. തിരുവല്ലാമലയിൽ നിന്നൊരു അമ്മച്ചി, കൗസല്യ പേര് പറയുക അനുവാദത്തോടെ, തൻ്റെ മകൻ മാനസിക രോഗി, അങ്ങോട്ട് കൂടിക്കഴിയുമ്പോഴത്തേക്കും വാക്കത്തിയെടുത്ത് അമ്മയുടെ പുറകെ എത്തുക. പക്ഷേ ഒരു കാലിൻ്റെ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ച് കളഞ്ഞ അമ്മച്ചി തിരുവല്ലാമലയിൽ നിന്ന് ഇവിടം വരെ 60 കിലോമീറ്റർ ദൂരെ ഓട്ടോ ഓടിച്ച് ഇവിടെ വരിക. കൂടെ ഇറങ്ങി വന്നപ്പം അമ്മച്ചിയുടെ കാല് വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ലച്ചോ കാല് വെപ്പുകാല. ഇറങ്ങി വന്ന് എല്ലാ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പതിവ് പോലെ സ്നേഹത്തോടെ ഈ മകനെ ഇവിടെ എടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, അതൊരു ഡിസംബർ മാസമാണ്, അച്ഛോ അച്ഛൻ എൻ്റെ ഗുരുവായൂർ അപ്പനാന്ന് പറഞ്ഞു. കത്തോലിക്ക പുരോഹിതനായി ഞാൻ ആദ്യം അത് കേട്ടപ്പോൾ ഒന്ന് നടുങ്ങി. ഗുരുവായൂർ അപ്പനോ? പിന്നെ ചിന്തിച്ചു, മുട്ട് തുറക്കാം, ചോദിക്ക് തരാം എന്ന് പറഞ്ഞവൻ്റെ നാമത്തിൽ ജീവിതം ബലി സമർപ്പിച്ച ഒരു പുരോഹിതൻ്റെ നേരെ നോക്കി ഹിന്ദു സമുദായത്തിൽപ്പെട്ട കൗസല്യ അച്ഛൻ എൻ്റെ ഗുരുവായൂർ അപ്പനാ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കണ്ടത് കർത്താവിനെ അല്ലാതെ പിന്നെ ആരെയാ കണ്ടത്? ആ രീതിയിൽ ഞാൻ അതിനെ ഉൾക്കൊണ്ടു. മോൻ ഇവിടെ എടുത്തു, 4 മാസം ഇവിടെ നിന്നു. ഇപ്പോൾ വാച്ച്മാനായിട്ട് ജോലി ചെയ്ത് അമ്മയ്ക്ക് കൂലിപ്പണിയെടുത്ത് കാശ് കൊടുത്ത് അമ്മയെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ദുഃഖമായിട്ടാണ് ഇവിടെ മനുഷ്യർ കടന്നു വരിക. ഇങ്ങനെ പറയാനാണ് ഏറെ ഉണ്ട്. വീണ്ടും മനസ്സിലേക്ക് വരുന്നത് വേറൊരു സഹോദരൻ ഇതുപോലെ അവനവൻ്റെ അപ്പൻ്റെ ജീവൻ ഉത്തരവാദിയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാണ്. അവനും ഭാര്യയും കൂടെ ആത്മഹത്യക്ക് വിഷമടിച്ചു. ഭാര്യ പോയി, കുഞ്ഞ് ഉദരത്തില്ല. അത് അവൻ മരിച്ചില്ല, ശവം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, ഇതാടാ നിൻ്റെ ഭാര്യ. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു. കേസൊക്കെ വിട്ട് പോയി കഴിഞ്ഞപ്പോഴും ഈ ദുഃഖം സഹിക്കാൻ പറ്റാതെ അവൻ നേരെ നാട് വിട്ട് കോവളത്ത് പോയി ഒരു കൊടയുടെ കീഴിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നത്. ആരാണാവോ? ഇവിടെ സ്നേഹാശ്രമത്തിൽ അവിടെ നിന്ന് രാത്രി യാത്ര ചെയ്ത് നേരം വെളുത്ത് കുർബാനയ്ക്ക് ഞാൻ കയറുന്നതിന് തൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ കുർബാനയ്ക്ക് നേരമായി. എന്നാലും അവനെയും ഒരു നിമിഷം ഒന്ന് തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ച് അവനെ ആ കുർബാനയ്ക്ക് കൊണ്ടുപോയി. അവൻ്റെയും ജീവിതം കേട്ടാൽ അതെന്താ, വീണ്ടും അവനെ ഒരു 10-25 പേരെ കല്യാണം കഴിപ്പിച്ചു കൂടെ അവനെയും കല്യാണം കഴിപ്പിച്ചു. കുടുംബമായി, കുഞ്ഞുങ്ങളായി. മോള് മൂത്ത മോള് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പേപ്പർ എല്ലാം നീക്കി. അച്ഛൻ ഒരു ചെറിയ പേപ്പർ കിട്ടിയാൽ മതി. അപ്പോൾ ഇച്ചിരി സ്ട്രിക്റ്റാണ്. ഇളയവള് ജർമ്മനിയിലെത്തി. അവളെ വിളിച്ചു, അച്ചോ താങ്ക് യു അച്ചോ, പഠിക്കാൻ അല്പം ഞാൻ സഹായിച്ചതാണ്. വീടിന് 7000 രൂപ വാടകയാണ്. ചട്ടുകാലിയാണ് അമ്മ, കാലിന് ചട്ടുണ്ട്. മെഴുകുതിരി കമ്പനിയിലായിരുന്നു. അവിടെ നിന്നും എടുത്ത് അവളുടെ കാല് മുഴുവൻ നീര് പിടിച്ച് അവിടെ നിന്ന് വന്ന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ചിലപ്പം വിഷമിക്കുമ്പോൾ എന്നെ വിളിക്കും, അച്ചോ കഞ്ഞി വെച്ചിട്ടുണ്ട് അച്ചോ, കറിയില്ല അച്ചോ. ഇമ്മയും കൂടെ കറിയില്ലെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഇച്ചിരി പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള ജീവിതങ്ങൾ, പ്രത്യേകിച്ചും ഏകദേശം ഒരു 10-22ഓളം പേരെ സ്നേഹാശ്രമത്തിൽ നിന്ന് ഇവിടുത്തെ പരിശീലനം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം മറക്കാൻ പറ്റില്ല. POC വെച്ചാൽ കല്യാണത്തിന് സമയമായപ്പോഴേക്കും കെട്ടാനുള്ള ചെറുക്കൻ എൻ്റെ അടുത്തേക്ക് വന്നേക്കുക, ബൈബിളും പിടിച്ചോണ്ട്. എന്നാടാ പറ്റി? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീന്ന്. ഞാൻ നടുങ്ങിപ്പോയി. എടാ നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലായിരുന്നോ? അപ്പോൾ അവൾ ശാന്തമായി പോയി പ്രാർത്ഥിച്ചേച്ച് വന്നു. ഇല്ല അച്ഛാ, അവളെ എനിക്ക് കർത്താവ് വിശുദ്ധീകരിച്ച് തന്നു എന്ന് പറഞ്ഞു. പിതാവാണല്ലോ എത്തിക്കാനായിട്ട് വന്നത്, കല്ലറയ്ക്ക പിതാവ്. അപ്പോൾ അങ്ങനെ ഒരു 10-22ഓളം പേരുടെ വിവാഹം ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയവർ. 5 പേര് ഒരുമിച്ച് കെട്ടി വെച്ച ഒരു അനുഭവമുണ്ട്. 4 പേർക്ക് കിടക്കാൻ വീട് കിട്ടി. 5-ാമത്തിന് വീടില്ല. നേരം പോകുന്നു, എവിടെ കൊണ്ട് കിടത്തും? ഫസ്റ്റ് നൈറ്റ് അന്ന് ഓരോരുത്തരെയും ഓരോ വീട്ടിലും കയറ്റി കൃത്യം 7 മണിയായി 5-ാമത്തെ വീട് POCയുടെ തൊട്ടപ്പുറത്തൊരു വീട് കിട്ടും. ആ വീടെന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു വീട്, വാടകയ്ക്കാണല്ലോ. അവിടെ ഇവരെ കയറ്റി വിട്ടു. പൊതിച്ചോറ് മഴയത്ത് ബൈക്കിൻ്റെ പുറകിലിരുന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി 5 വീട്ടിലും കൊടുത്തു, പ്രാർത്ഥിച്ചു. തിരിച്ച് മുറിയിൽ 11 മണിയായപ്പോൾ ഞാൻ 2 കൈയും വിരിച്ച് പിടിച്ചു. മുഴുവൻ കൊന്ത ചെല്ലുവാണ്.
കത്തോലിക്ക പുരോഹിതൻ എന്തിനാ ഈ ആദ്യത്തെ രാത്രി ഓർത്തി വെന്ത് നൊന്ത് പ്രാർത്ഥിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നെ കേൾക്കുന്നവർക്ക്. പ്രാർത്ഥിക്കണം. പല കുഞ്ഞുങ്ങളെയും പിടിച്ചതാ ഹോട്ടലിൽ നിന്ന് പിടിക്കപ്പെട്ടതുണ്ട് അതിൻ്റെ കൂടെ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടാണ്. എങ്കിലും കുടുംബജീവിതത്തിൻ്റെ ആദ്യത്തെ ദിനങ്ങൾ അവർക്ക് തട്ടി വീഴാതെ മുന്നോട്ട് പോകണ്ടേ? അതിനായി കൈവിരിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തി ഞാൻ പലരെയും വീട്ടിൽ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ പലരും വീട്ടിൽ പോകാൻ മടിയാണ്. അങ്ങനെയാണ് ഒരുത്തരും ഞാൻ കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. പോയ വഴിക്ക് കേക്കും മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ. പക്ഷേ സമയം കഴിഞ്ഞു പോയി. പെങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുവാ. അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്തിൽ വാഴ വെച്ചിരിക്കുക. വാഴ കുറച്ച് വലുതായി നിൽപ്പുണ്ട്. അണ്ണാന്നാവും അവൾ വിളിച്ചേ. അണ്ണാ അമ്മ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിലവിളി, കരച്ചിൽ. അപ്പോൾ സ്നേഹാശ്രമത്തിൽ ഇവിടെ ഇത് കഥയല്ല, സീരിയലല്ല, സിനിമയല്ല. ഞാൻ സിനിമ കാണാറില്ല, സീരിയലും കാണാറില്ല. ഇവിടെ വരുന്ന ഓരോ ജീവിതങ്ങളുടെയും പച്ചയായ ജീവിതങ്ങൾ നേരിട്ട് കണ്ടറിയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ സിനിമയും സീരിയലും? ഒന്നും ആവശ്യമില്ല. ഇത് ജീവിതമാണ്, ജീവിക്കുന്ന ജീവിതങ്ങളാണ്. അപ്പം നല്ല ദൈവം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭിത്തി കല്ലല്ല. അന്നൊന്നും വേണ്ട അപ്പത്തിനുള്ള ചോറും അതുപോലെ അരി, പച്ചക്കറി എന്ന് വേണ്ട തൊട്ടടുത്ത് 300 പേരെ നോക്കുന്ന ഞങ്ങളുടെ ജോഷി അച്ഛൻ, MCBS സഭയിൽപ്പെട്ട അച്ഛൻ, ഇവിടെ ഇത് ഇന്നലെ 1 ലോഡ് പച്ചക്കറി കൊണ്ടുവന്ന് വെച്ചേക്കണേ. അരി അപ്പം തീർന്നാൽ അവിടെ അരിയുണ്ട്. 300 പേർക്ക് കഞ്ഞി കൊടുക്കുന്ന അച്ഛനോടാണ് ഞങ്ങൾ അരി ചോദിക്കുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ ഒരിക്കലും അരി മുടങ്ങില്ല. കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞത് പച്ചയായിട്ട് മാറ്റടിച്ച് നോക്കുന്ന ഇടങ്ങളാണ് ഇതുപോലുള്ള സകല സ്ഥാപനങ്ങളും. പ്രിയപ്പെട്ടവരെ, ഒരു ഭവനത്തിൽ അരി മുടങ്ങില്ല. തമ്പുരാൻ്റെ വാക്കാണ്. അതാണ് സ്നേഹാശ്രമത്തിൽ കണ്ട ചില മുഖങ്ങൾ.